നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് വികാസതലങ്ങൾ, വികാസതത്വങ്ങൾ. വികാസതലങ്ങൾ, വൈജ്ഞാനിക വികസനം, സന്മാർഗിക വികസനം. വളർച്ച, ഗ്രോത്ത്. ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനവിനെ സൂചിപ്പിക്കുന്നത് വളർച്ച എന്നാണ്. വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. ജൈവകോശങ്ങളുടെ വർധനവിൻ്റെ ഫലമാണ് വളർച്ച. പരിപക്വതയോടെ അവസാനിക്കുകയും സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നതാണ് വളർച്ച. നിയതമായ ഒരു മുറയും രൂപമാതൃകയും അനുസരിച്ച് നടക്കുന്നതും എന്നാൽ അതിൻ്റെ തോത് എപ്പോഴും ഒരുപോലെ ആകാത്തതുമാണ് വളർച്ച. ജീവിതകാലത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ വേഗമേറുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത തോതിൽ മാറ്റം സംഭവിക്കുന്നതുമാണ് വളർച്ച. വളർച്ചയെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നു. ഇത്തരം സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നുചേരുന്ന മാറ്റങ്ങളെ വളർച്ച ഉൾക്കൊള്ളുന്നു. വികാസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്. വ്യക്തിയെ അനുകൃതമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് വികാസം. കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ആസൂത്രിത പരിശ്രമങ്ങളുടെ ഫലമാണ് വികാസം. ആന്തരികമായ ശാരീരിക മാറ്റങ്ങളുടെയും മാനസിക പ്രക്രിയകളുടെയും സംയോജനത്തിൻ്റെയും പരിണിത ഫലമാണ് വികാസം. ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്ന അനുസൃത പ്രക്രിയയാണ് വികാസം. വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട്. ശിശുവിൻ്റെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ ചില ഗ്രന്ഥികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. വംശീയ ഘടകത്തിന് ഉയരം, തൂക്കം, വർണ്ണം, ആകാരം, കായിക ഘടന എന്നിവയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ശിശുവിൻ്റെ വികാസം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് ആഹാരത്തിൻ്റെ പോഷകഗുണത്തെയാണ്. ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നിലനിൽക്കുന്ന മറ്റു അസുഖങ്ങളുമാണ്. ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ. വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. വളർച്ചയില്ലാതെയും വികാസം സാധ്യമാണ്. ഉദാഹരണം, ഒരു ശിശുവിൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൈകളുടെ നീളവും വണ്ണവും വർദ്ധിക്കുന്നു. ഇതാണ് വളർച്ച. എന്നാൽ വളരുന്നതിനോടൊപ്പം കൈ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കുട്ടി പഠിക്കുന്നു. ഈ മാറ്റമാണ് വികാസം. വികാസതത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകളെ അറിയപ്പെടുന്നത് വികാസതത്വങ്ങൾ എന്നാണ്. വികാസത്തിൻ്റെ സവിശേഷതകൾ. വികാസം അനുസൃതമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വികാസം ഗതിനിയമം പാലിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്ഷണൽ. സാധാരണ അനുവർത്തിച്ചു വരുന്ന രണ്ട് വികാസക്രമങ്ങളാണ് ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം. പേശി വികാസത്തിൽ കഴുത്ത്, ഉടൽ, കാൽ എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിക്കുന്നു. വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്നും വശത്തിലേക്ക് അല്ലെങ്കിൽ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന ക്രമം പാലിക്കപ്പെടുന്നു. ശരീരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽത്തുമ്പിലേക്ക് വികാസം എത്തുന്നത്. ഈ രണ്ട് വികാസക്രമങ്ങളും പൊതുവിൽ അറിയപ്പെടുന്നത് വികസന ഗതിനിയമം എന്നാണ്. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്. ആദ്യമുണ്ടാകുന്ന വികാസങ്ങൾ ഒന്നുചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത്. ഉദാഹരണം, ഒരു ശിശു കേൾക്കുന്നു, കാണുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം ഒന്നുചേർന്നുണ്ടാകുന്ന സംവേദനമാണ് പ്രത്യക്ഷത്തിന് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടാകുന്ന സെൻസേഷനാണ് പെർസെപ്ഷന് സഹായിക്കുന്നത്. ഈ പ്രത്യക്ഷണമാണ് ശിശുവിനെ സംപ്രത്യക്ഷണത്തിലേക്കും അന്തർദൃഷ്ടിയിലേക്കും പ്രശ്നപരിഹാരത്തിലേക്കും നയിക്കുന്നത്. അതായത് കോൺസെപ്റ്റലൈസേഷനിലേക്കും ഇൻസൈറ്റിലേക്കും നയിക്കുന്നത്.
വികാസം സാമ്യാനത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. നവജാത ശിശുവിന് സൂക്ഷ്മപേശികൾ ചലിപ്പിക്കാൻ പ്രയാസമാണ്. അവയവങ്ങൾ സ്ഥൂലമായിട്ടാണ് ചലിക്കുന്നത്. ഉദാഹരണം, ഒരു ശിശു അകലെയുള്ള കളിപ്പാട്ടം എടുക്കുന്നത് ശരീരം മുഴുവൻ കളിപ്പാട്ടത്തിനടുത്ത് എത്തിച്ച ശേഷം കൈയും ശരീരവും ചേർത്താണ്. ഭാഷാപരമായ വികാസവും നടക്കുന്നത് സാമ്യാനത്തിൽ നിന്നും വിശേഷത്തിലേക്ക് എന്ന ക്രമത്തിൽ ആണ്. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ക്രോമസോമിലുള്ള ജീനുകളിൽ നിന്നും മാതാപിതാക്കളുടെ സ്വഭാവവിശേഷങ്ങൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് പാരമ്പര്യം. ത്വക്ക്, മുടി, കണ്ണ് എന്നിവയുടെ നിറം, മുഖത്തിൻ്റെ ആകൃതി, ശരീരത്തിൻ്റെ ഉയരം, വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയവ പരമ്പരാഗതമായി ലഭിക്കും. ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവങ്ങൾ, സംസ്കാരം തുടങ്ങിയവയിൽ പരിസരത്തിൻ്റെ സ്വാധീനം നിർണായകമാണ്. വികാസത്തെ ഒരു മട്ടത്രികോണമായി ചിത്രീകരിച്ചാൽ പാരമ്പര്യം അതിൻ്റെ പാദമായും പരിസരം അതിൻ്റെ ലംബമായും പരിഗണിക്കാം. പാരമ്പര്യം പാദമായി പരിഗണിക്കുന്നത് കൊണ്ട് പാദനീളം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ലംബത്തിൻ്റെ നീളം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ലംബത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പരിസരം മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ വർദ്ധിക്കുന്നു. അതായത് വികാസം മെച്ചപ്പെട്ടതാകുന്നു. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഈസ് ദ സം ഓഫ് മെച്ചുറൈസേഷൻ ആൻഡ് ലേണിംഗ്. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേ നടക്കുന്ന വികാസമാണ് പരിപക്വനം. വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഹെറൻ്റായിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളുടെ അനാവരണമാണ് പരിപക്വനം. പ്രത്യേക പ്രായത്തിൽ ശിശുക്കൾ മുട്ടുകുത്തി ഇഴയാനും നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കുവാനും ശ്രമിക്കുന്നത് ആരും പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിനുള്ള പാകമാവുന്നത് കൊണ്ടാണ്. പരിപക്വനവും പഠനവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഓരോന്നിനും ഓരോ പഠനാനുകൂല നിമിഷം അല്ലെങ്കിൽ ടീച്ചബിൾ മൊമെൻറ്റ് ഉണ്ട്. പ്രായം, സന്നദ്ധത, താൽപ്പര്യം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ സമയമാണിത്. വികാസക്രമം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ. ശൈശവത്തിൽ വളർച്ചയുടെ തോത് കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകുമ്പോൾ ജനിക്കുമ്പോഴുള്ള ഭാരത്തിൻ്റെ 3 മടങ്ങ് ഭാരമുണ്ടാകുന്നു. കൗമാരഘട്ടത്തിലും ഇതുപോലൊരു ചാട്ടം വളർച്ചയിൽ കണ്ടുവരുന്നു. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. ബൗദ്ധികം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ, ശാരീരികം അല്ലെങ്കിൽ ഫിസിക്കൽ, വൈകാരികം അല്ലെങ്കിൽ ഇമോഷണൽ, സാമൂഹികം സോഷ്യൽ എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ റിലേഷൻ. ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുന്നു. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നുണ്ട്. കുട്ടിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് അവൻ്റെ പൂർണ്ണത എങ്ങനെയാകും എന്ന് പ്രവചിക്കാവുന്നതാണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്രഡിക്ഷൻ. ഉദാഹരണം, കുട്ടിയുടെ എല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ചാൽ പൂർണ്ണതയിൽ കുട്ടിയുടെ വലിപ്പം എത്രയാണെന്ന് പറയാൻ സാധിക്കും. ബുദ്ധിശക്തി, അഭിക്ഷമത, സാമൂഹിക ബന്ധം തുടങ്ങിയവ ഏറെക്കുറെ അളക്കുവാനുള്ള ചില മാപിനികൾ മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയിട്ടുണ്ട്. ശീഘ്രഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം ശീഘ്രഗതിയിലും മന്ദഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം മന്ദഗതിയിലും ആയിരിക്കും. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ വ്യക്തിയും വിഭിന്നമാണ്. ശാരീരിക, ശാലക, വൈജ്ഞാനിക, വൈകാരിക, സാമൂഹിക മേഖലകളിൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഈ വ്യത്യാസം വികാസത്തിൻ്റെ ഗതിവേഗത്തിലും പ്രതിഫലിക്കുന്നു. വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങൾ ഉണ്ട്. ഡെവലപ്മെൻറ്റ് ഹാസ് സം ഡിറ്റർമിനൻറ്റ് സ്റ്റേജസ്. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങൾ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും വികാസത്തിൽ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ പലതരത്തിൽ ബാധിക്കും. ശൈശവം ചാലക വികാസത്തിൻ്റെയും കൗമാരം ലൈംഗിക വികാസത്തിൻ്റെയും നിർണായക ഘട്ടങ്ങളാണ്. വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവൃത്തികളുടെ ഒരു പട്ടിക അഥവാ രൂപമാതൃക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ ആണ്. വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത.
വികാസതലങ്ങൾ അല്ലെങ്കിൽ വികാസഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ശാരീരിക വികസനം, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. മനഃശാസ്ത്രജ്ഞർ വ്യക്തിയുടെ ജീവിതകാലത്തെ സമാനമായ ചില സവിശേഷതകൾ പുലർത്തുന്ന വ്യത്യസ്ത ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ജനനപൂർവ്വ ഘട്ടം, പ്രീ നാറ്റൽ പീരീഡ്. ഗർഭപാത്രത്തിൽ വച്ചുള്ള ശിശുവികസനം അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിൽ എത്തിച്ചേരുന്ന സുപ്രധാന ഘട്ടമാണ് ജനനപൂർവ്വ ഘട്ടം. ഗർഭധാരണം തൊട്ട് ജനനസമയം വരെയുള്ള 280 ദിവസമാണ് ജനനപൂർവ്വ ഘട്ടം. ഗർഭപാത്രത്തിലെ ശിശുവിൻ്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വ ഘട്ടം. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് കരയുന്നതിലൂടെയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവ. വികാസഘട്ടങ്ങൾ, ഏകദേശ പ്രായപരിധി. പ്രാഗ് ജന്മം അല്ലെങ്കിൽ ജനനപൂർവ്വ ഘട്ടം, പ്രീനാറ്റൽ. ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെ. ബീജാങ്കുരണ ഘട്ടം അല്ലെങ്കിൽ ജീവസ്തുഭരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ്. ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ. ഭ്രൂണഘട്ടം, എംബ്രിയോണിക് സ്റ്റേജ്. 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ. ഗർഭഘട്ടം, ഫീറ്റൽ സ്റ്റേജ്. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. ജനനാന്തര ഘട്ടം, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. ജനനം മുതൽ. ശൈശവം, ഇൻഫാൻസി. ജനനം മുതൽ 2 മുതൽ 3 വയസ്സ് വരെ. ബാല്യം 3 മുതൽ 12 വയസ്സ് വരെ. ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്. 6 മുതൽ 9 വയസ്സ് വരെ. അന്ത്യബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. 9 മുതൽ 12 വയസ്സ് വരെ. കൗമാരം, അഡോളസൻസ്. 12 മുതൽ 18-20 വയസ്സ് വരെ. യൗവനം, അഡൽട്ട്ഹുഡ്. 20 മുതൽ 50 വയസ്സ് വരെ. വാർദ്ധക്യം, ഓൾഡ് ഏജ്. 50 വയസ്സിന് മുകളിൽ. ശൈശവം, ഇൻഫാൻസി. ശിശു പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുകയും സ്വയാശ്രയ ജീവിതത്തിനുള്ള ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ശൈശവം. ജനനം മുതൽ ആദ്യത്തെ 3 വർഷമാണ് ശൈശവകാലം. ജനനം മുതൽ ആദ്യത്തെ 2 ആഴ്ച അറിയപ്പെടുന്നത് നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടം, നിയോ നാറ്റൽ സ്റ്റേജ് എന്നാണ്. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെ ബേബിഹുഡ് പീരീഡ് എന്ന് പറയപ്പെടുന്നു. ശൈശവത്തിലെ വികസനങ്ങൾ. കായിക വികസനം ദ്രുതഗതിയിൽ നടക്കുകയും ശരീരധർമ്മങ്ങൾ നിയന്ത്രിതവും സ്ഥിരവും ആകുന്ന വികസന ഘട്ടമാണ് കായികവും ചാലിക ശേഷിപരവുമായ വികസനം. തുടക്കത്തിൽ കരച്ചിൽ, പിൻകാലത്ത് ആനന്ദം, അസ്വാസ്ഥ്യം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം. ശിശുവിൻ്റെ ആദ്യത്തെ വൈകാരിക പ്രകടനമാണ് കരച്ചിൽ. 1 മാസം മുതൽ 3 വർഷം വരെ ശാരീരിക ചലനങ്ങളുടെ ഒത്തിണക്കവും നിയന്ത്രണവും ക്രമേണ വികസിക്കുന്ന ഘട്ടമാണ് ബൗദ്ധിക വികസനം. ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. ശിശുവിനെ ആദ്യമായി സാമൂഹ്യ വികസനത്തിന് സഹായിക്കുന്നത് അമ്മയാണ്. ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോടെ കുട്ടി മറ്റു ശിശുക്കളുമായി സമ്പർക്കം പുലർത്തുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം. 10 മാസത്തിൽ ആദ്യത്തെ വാക്കുച്ചരിക്കുന്ന കുട്ടി 1 വയസ്സാകുന്നതോടെ 3-4 വാക്കുച്ചരിക്കുന്ന വികസന ഘട്ടമാണ് ഭാഷാ വികസനം. ഭാഷാ വികസനവുമായി സഹബന്ധം പുലർത്തുന്നതാണ് ബുദ്ധി. ശൈശവത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഫാൻസിയുടെ പൊതുവായ സവിശേഷതകൾ: എപ്പോഴും പ്രവർത്തനനിരതമാകാനുള്ള താൽപ്പര്യം, അനുകരണ വാസന, ജിജ്ഞാസ, ചലനാത്മകത, ആശ്രിതത്വം അല്ലെങ്കിൽ ഡിപ്പെൻസി, ദ്രുതഗതിയിലുള്ള വളർച്ച. ഭാഷയുടെ വികസനം ആരംഭിക്കുന്നു. സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം. അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് തോട്ട്, ഞാൻ, എൻ്റേത് എന്ന ചിന്താഗതി. ഭാവനാലോകത്തിൽ വിഹരിക്കാനുള്ള താൽപ്പര്യം, ഒരു വികാരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം. ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധങ്ങൾ. ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത. വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോടുള്ള താൽപ്പര്യം. ശ്രദ്ധാദൈർഘ്യക്കുറവ്, അമൂർത്ത ചിന്തനത്തിലുള്ള ശേഷിക്കുറവ്. ബാല്യം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്. ബാല്യത്തെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്. 6 മുതൽ 9 വയസ്സുവരെയുള്ള മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്.
9 മുതൽ 12 വയസ്സുള്ള അന്ത്യബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ആദിബാല്യം കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികസന കാലമാണ് ആദിബാല്യം. കുട്ടികൾ ശാഠ്യവും പിടിവാശിയും പ്രകടിപ്പിക്കുന്ന വികസന കാലമാണ് ആദിബാല്യം. ആദിബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധപൂർവ്വ കാലം പ്രീ ഗ്യാങ് സ്റ്റേജ് എന്നാണ്. സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും പങ്കുവഹിക്കുന്ന വികസന കാലമാണ് ആദിബാല്യം. ആദിബാല്യത്തിൽ കുട്ടിയുടെ പ്രകൃതവും സവിശേഷതകളും ഓട്ടം, ചാട്ടം, സംഘകളികൾ എന്നിവയിൽ താൽപ്പര്യം കാണിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്ന ഘട്ടം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ള ഘട്ടമാണിത്. ശാരീരികവും ജൈവപരവുമായ അല്ലെങ്കിൽ ബയോളജിക്കൽ ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു. ജന്തുകഥകൾ, താളപ്രധാനമായ ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ സചേതനത്വം, ജീവനുണ്ട് എന്ന ബോധം ആരോപിച്ച് പെരുമാറാനും ശ്രമിക്കുന്നു. അനുകരണ വാസന പ്രകടിപ്പിക്കുന്നു. കൂടുതൽ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ബുദ്ധിവികാസം കൂടുതൽ ത്വരിതമാകുന്നു. മാറിമറിയുന്ന വൈകാരിക പ്രകടനമുണ്ടാകുന്നു. മധ്യബാല്യം ഇന്ദ്രിയങ്ങളുടെയും പേശികളുടെയും ശക്തവും വൈവിധ്യമുള്ളതുമായി പ്രവർത്തിക്കുന്ന വികസന ഘട്ടമാണ് കായികവും ശാരീരിക ശേഷിപരവുമായ വികസനം. മധ്യബാല്യത്തിൽ ദ്രുതഗതിയിലുള്ള പരിപക്വനവും പേശി വികസനവും നടക്കുന്നതിനാൽ കുട്ടി ആർജിക്കുന്നത് കായിക നൈപുണികൾ ആണ്. ശിശു തൻ്റെ വൈകാരിക വ്യവഹാരം ലജ്ജ, ഉത്കണ്ഠ, ഈർഷ്യ, പ്രതീക്ഷ, നിരാശ, പ്രിയം എന്നിങ്ങനെ വ്യത്യസ്ത രീതികൾ പ്രകടിപ്പിക്കുന്ന വികസന ഘട്ടം കൂടിയാണ് വൈകാരിക വികസനം. വികാര പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതും വിധേയത്വവും അധീശത്വവും മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതുമായ വികസന ഘട്ടമാണ് വൈകാരിക വികസനം. വികാരങ്ങൾ തീവ്ര വികാരങ്ങളായി അല്ലെങ്കിൽ സെൻറ്റിമെൻസായി രൂപപ്പെടുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം. വൈകാരിക വികസന കാലഘട്ടം അറിയപ്പെടുന്നത് ആത്മരതിയുടെ കാലഘട്ടം ഏജ് ഓഫ് നാർസിസം എന്നാണ്. സമീപസ്ഥ പരിസ്ഥിതിയുടെ വിവിധ അനുഭവങ്ങൾ കുട്ടിക്കുണ്ടാകുന്നതും അതിലൂടെ ഒട്ടേറെ വിജ്ഞാനം ആർജിക്കുന്നതുമായ വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. കളികളിലൂടെ, വായനയിലൂടെയും എഴുത്തിൻ്റെയും ബാലപാഠങ്ങൾ അഭ്യസിക്കുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. ബൗദ്ധിക വികസന കാലഘട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ജിജ്ഞാസ, നിർമ്മാണപരത, ശേഖരണ പ്രവണത, കളികളിലുള്ള ആന്തരിക താൽപ്പര്യം. അനുകരണങ്ങളിലും യഥാർത്ഥ സങ്കല്പത്തിലും കുട്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്ന ബൗദ്ധിക വികസനം അറിയപ്പെടുന്നത് ഭാവനയുടെ കാലം ഏജ് ഓഫ് ഫാൻറ്റസി എന്നാണ്. കുട്ടിയുടെ ആദ്യത്തെ സാമൂഹിക വ്യവഹാര മേഖലയാണ് കുടുംബം. കുട്ടി കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടാനും തുടങ്ങുന്ന വികസന ഘട്ടം സാമൂഹികവും സാൻമാർഗികവുമായ വികസന ഘട്ടമാണ്. കുട്ടി സഹകരണവും അനുകമ്പയും സാമൂഹിക അംഗീകാരവും കലഹവും കളിയാക്കലും വഴക്കിടലും ശത്രുതയുമെല്ലാം ഉൾപ്പെടെ സങ്കീർണമായ സാമൂഹിക വ്യവഹാര ശൈലി ആർജിക്കുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം. കുട്ടിയുടെ പദാവലി വളരെ പെട്ടെന്ന് വികസിക്കുന്ന വികസന ഘട്ടമാണ് ഭാഷാ വികസനം. അർത്ഥമുള്ള വാചകങ്ങളും വാക്യങ്ങളും നിർമ്മിക്കുകയും ആശയവിനിമയം വേഗത്തിൽ നടത്താനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ഭാഷാ വികസനം. മധ്യബാല്യത്തിലെ പ്രകൃതവും സവിശേഷതകളും. യുക്തിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. യുക്തിപരമല്ലാത്ത ഉത്തരങ്ങളെ അവഗണിക്കാനും സാധിക്കുന്നു. വീരകഥകളും ജന്തുകഥകളും ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം ഫലിതബോധമുള്ള സന്ദർഭങ്ങളെ ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്നു. സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു. യാഥാർത്ഥ്യബോധത്തോടുകൂടെ പെരുമാറാൻ കഴിയുന്നു. സങ്കല്പ ലോകത്തു നിന്നും ഏറെക്കുറെ വിടുതൽ വാങ്ങുന്നുവെന്ന് പറയാം. അന്ത്യബാല്യം പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സൗഹൃദത്തിനും സഹകരണത്തിനും കുട്ടി പ്രാധാന്യം നൽകുന്ന കാലം. സംഘബന്ധങ്ങളുടെ കാലം ഗ്യാങ് ഏജ് എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്ന കാലഘട്ടം. സമവയസ്കരിൽ നിന്നുള്ള സ്വീകരണം, അവരുടെ സംഘത്തിലെ അംഗത്വം തുടങ്ങിയവയ്ക്കാണ് ഈ ഘട്ടത്തിൽ കുട്ടികൾ മുഖ്യമായും പരിഗണന നൽകുന്നത്. സംഘത്തിൻ്റെ മാനദണ്ഡങ്ങൾ സ്വമനസ്സാലെ കുട്ടികൾ സ്വീകരിക്കുന്ന കാലഘട്ടമാണ് പൊരുത്തപ്പെടലിൻ്റെ കാലം ഏജ് ഓഫ് കംഫോമിറ്റി.
വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലം. ലൈംഗിക മേഖലയൊഴികെ മറ്റെല്ലാ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളിലും കുട്ടി പരിപക്വനം ആർജിക്കുന്ന കാലം. അന്ത്യബാല്യത്തിലെ പ്രകൃതവും സവിശേഷതകളും. സാമൂഹിക അവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്വബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നു. പഠനത്തിലും കളികളിലും മത്സരബോധം വർദ്ധിക്കുന്നു. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു. വീരാരാധന പ്രബലമാകുന്നു. കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. സമപ്രായ സംഘപ്രവർത്തനങ്ങൾ പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ശക്തമാകുന്നു. ശാസ്ത്രീയ ചിന്തയും ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരുന്നു. ഭാഷാശേഷികളിൽ നിപുണത അല്ലെങ്കിൽ വൈദഗ്ധ്യം നേടുന്നു. സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുന്നു. കൗമാരം. യവനാരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലമാണ് കൗമാരം. ജീവിതത്തിൻ്റെ വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന കാലമാണ് കൗമാരം. പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായ മാറ്റങ്ങൾ സംഭവിക്കുകയും തന്മൂലം ചിന്താക്കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും മോഹഭംഗങ്ങളും അരക്ഷിതത്വബോധവും ഉണ്ടാകുന്ന കാലമാണ് കൗമാരം. കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം. പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഫോഷത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം. പീരീഡ് ഓഫ് സ്ട്രോം ആൻഡ് സ്ട്രൈഫ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്റ്റാൻലി ഹാൾ ആണ്. ബാല്യത്തിൽ നിന്നും പ്രായപൂർത്തിയിലേക്കുള്ള ഘട്ടത്തിൽ ശാരീരികമായ ഗുണവിശേഷങ്ങൾ മാത്രമല്ല സാമൂഹികവും വൈകാരികവും മാനസികവുമായ തലങ്ങളിലും മാറ്റമുണ്ടാകുന്ന കാലം അറിയപ്പെടുന്നതാണ് പരിപ്രവർത്തന കാലം. പീരീഡ് ഓഫ് ട്രാൻസിഷൻ. യുക്തിചിന്ത, അമൂർത്തചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടമാണ് കൗമാരം. കൗമാരക്കാർ സ്വതന്ത്ര വ്യക്തികളായി മാറാൻ വേണ്ടി കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാലമാണിത്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആവാതെ വരുമ്പോൾ പലരും ലഹരിക്ക് അടിമപ്പെടുന്നു. ഹോളിംഗ്വർത്ത് ഈ കാലത്തെ വിശേഷിപ്പിച്ചത് ബുദ്ധിഭ്രമത്തിൻ്റെ കാലം, ടെമ്പററി ഇൻസാനിറ്റി എന്നാണ്. കൗമാരത്തിലെ വികസനങ്ങൾ. ശാരീരിക വികസനം അതിവേഗത്തിലാവുകയും അന്തിമരൂപം കൈവരിക്കുകയും ചെയ്യുന്ന വികസനഘട്ടം. കായികവും ചാലിക ശേഷിപരമായ വികസനം. അന്തിമമായ ആത്മവിശ്വാസം കാണിക്കുകയും ലൈംഗിക വ്യക്തിത്വം രൂപം കൊള്ളുകയും ചെയ്യുന്ന വികസനഘട്ടമാണ് വൈകാരിക വികസനം. കൗമാരത്തിലെ വൈകാരിക വികസന ഘട്ടത്തിൻ്റെ പ്രത്യേകത ഉത്കണ്ഠ, ഭയം, സ്നേഹം, കോപം തുടങ്ങിയ വികാരങ്ങൾ തീക്ഷ്ണമാകുന്നു. ശ്രദ്ധയുടെ വ്യാപ്തി ഏറുന്നതും ഗ്രഹണത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതും സ്മരണയുടെ പ്രവർത്തനം കൂർമ്മമാകുന്നതും താൽപ്പര്യങ്ങളുടെ മേഖല വിപുലമാകുന്നതുമായ കൗമാര വികസനകാലം. ബൗദ്ധിക വികസനം. കൗമാര വികസനകാലത്ത് വികസിക്കുന്ന ബൗദ്ധിക ശേഷികളാണ് നിരൂപണാത്മക ചിന്തനം, യുക്തിചിന്തനം, ഗുണാത്മക യുക്തിചിന്തനം, അമൂർത്ത ചിന്തനം. ഉയർന്ന സാമൂഹ്യ ബോധം വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുക, ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഉത്സുകരാകുക എന്നിവ പ്രകടമാകുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം. കൗമാരത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനത്തിൻ്റെ സവിശേഷത സമവയസ്ക സംഘത്തിൻ്റെ വർദ്ധിച്ച സ്വാധീനം, സർഗപരതയുടെ വികാസം, നന്മതിന്മകൾ വേർതിരിച്ചറിയാനുള്ള ശേഷി എന്നിവ കൈവരിക്കുന്നു. പ്രായപൂർത്തി. ജീവിതഘട്ടങ്ങളിൽ വച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടമാണ് പ്രായപൂർത്തി. വ്യക്തികൾ ശേഷിയുള്ളതും സ്വതന്ത്രവുമായി തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്നതുമായ കാലഘട്ടം പ്രായപൂർത്തി. വാർദ്ധക്യം. കുട്ടിക്കാലത്തിലെ പോലെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും കൗമാരകാലത്തിലെ ജീവിതം അർത്ഥപൂർണമാവുകയും ചെയ്യുന്ന കാലമാണ് വാർദ്ധക്യം. പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുന്ന വ്യക്തി മധ്യവയസ്സിലൂടെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. വൈജ്ഞാനിക വികസനം. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അനുസൃതം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനോ സങ്കീർണമായ വൈജ്ഞാനിക ശേഷികൾ ആവശ്യമായി വരുന്ന ഒരു പ്രവർത്തനം വിജയകരമായി നിർവഹിക്കുന്നതിനോ വ്യക്തിയെ സഹായിക്കുന്ന മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ് വൈജ്ഞാനിക വികസനം അല്ലെങ്കിൽ ബൗദ്ധിക വികസനം. ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ് വൈജ്ഞാനിക വികാസം. മസ്തിഷ്കവും വൈജ്ഞാനിക വികാസവും.
വൈജ്ഞാനിക വികാസത്തിൻ്റെ അടിസ്ഥാനം മസ്തിഷ്കത്തിൻ്റെ വികാസമാണ്. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഭാഗം ആദ്യം വികസിക്കുന്നു. കാഴ്ച, കേൾവി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ പിന്നീടും, യുക്തിചിന്ത പോലെയുള്ള ഉയർന്ന മാനസിക ശേഷികളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അതിനുശേഷവും വികാസം പ്രാപിക്കുന്നു. സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നെങ്കിലും ഭാഷണം, വായന തുടങ്ങിയ സങ്കീർണ പ്രവർത്തനങ്ങൾ സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ. ഇന്ദ്രിയ ചാലകഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, 2 വയസ്സുവരെ. ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും സ്വന്തം ചെയ്തികളിലൂടെയും കുഞ്ഞിൽ ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ വളർന്നുവരുന്നു. തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചുമുള്ള ധാരണ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ സാധിക്കലും അതിനനുസരിച്ച് പ്രതികരിക്കലും വസ്തുക്കളും ആളുകളും കൺവെട്ടത്തു നിന്നും മറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ്, ഒബ്ജക്റ്റ് പെർമനൻസ്, സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ആദ്യ ബോധങ്ങൾ, കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആദ്യ ധാരണകൾ, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ ഇട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെയുള്ളവ, പരീക്ഷണങ്ങൾ, അനുകരണങ്ങൾ എന്നിവയുടെ തുടക്കം, മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലായി തുടങ്ങൽ എന്നിങ്ങനെയുള്ള സംവേദക സ്കീമുകളും ചാലക സ്കീമുകളും ഉപയോഗിച്ചാണ് ഭാഷാ പഠനം സാധ്യമാക്കുന്ന കാലം വരെ കുട്ടിയിൽ പഠനം മുന്നേറുന്നത്. സംവേദക ചാലകഘട്ടത്തെ 6 ചെറിയ ഘട്ടങ്ങളാക്കി പിയാഷെ വേർതിരിച്ചിട്ടുണ്ട്. പ്രാഗ് മനോ വ്യാപാരഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 മുതൽ 7 വയസ്സുവരെ. ഭാഷ പഠിക്കാൻ കഴിയുന്നതോടെ മറ്റുള്ളവരുമായി ആശയവിനിമയ സാധ്യത മാത്രമല്ല ചിന്തയ്ക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം കൂടി കുട്ടിക്ക് ലഭ്യമാകുന്നു. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന അവസ്ഥ വരുന്നു. 2-3 വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത വളരെ പ്രകടമാണ്. ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ് കുട്ടിയുടേത്. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ, ഭാഷ പഠിക്കുന്നതിൻ്റെ വളരെ പ്രധാനമായ ഘട്ടമാണിത്. ഈ പ്രായത്തിൻ്റെ പ്രധാന സവിശേഷത സ്വയം കേന്ദ്രീകൃത അല്ലെങ്കിൽ ഈഗോ എൻട്രിസം അവസ്ഥയാണ്. ലോകത്തെ കുട്ടി മനസ്സിലാക്കുന്നത് തൻ്റെ അനുഭവവുമായി ബന്ധപ്പെടുത്തിയാണ്. ലോകത്തിൻ്റെ കേന്ദ്രം താനാണെന്നും തന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം എന്നതാണ് ഈ അവസ്ഥ. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങളിലെ തിരിച്ചു മനസ്സിലാക്കൽ ഈ ഘട്ടത്തിൽ സംഭവിക്കാനിടയുണ്ട്. ഞാൻ ഉണരുമ്പോൾ പ്രഭാതമുണ്ടാകുന്നു തുടങ്ങിയ ധാരണകൾ. ഓരോ വസ്തുവിനും പ്രതിഭാസത്തിനും തന്നിൽ നിന്നും വേറിട്ട് ഒരസ്തിത്വമുണ്ട് എന്നും മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും തന്നെപ്പോലെയാകണമെന്നില്ല എന്നും മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിവില്ല. ലോകത്തിൻ്റെ വസ്തുനിഷ്ഠാ സ്വഭാവവും വ്യക്തികളുടെ ആത്മനിഷ്ഠാ സ്വഭാവവും തിരിച്ചറിയുന്ന ഘട്ടത്തിലെ സ്വയം കേന്ദ്രീകൃതാവസ്ഥ കുറഞ്ഞു വരികയുള്ളൂ. ഒന്നിലധികം കാര്യങ്ങളെ ഓരോ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രായമാണിത്. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന സ്വഭാവം, പെർസെപ്ച്വൽ സെൻട്രേഷൻ ആണിത്. ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഒരംശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ കുറഞ്ഞു വന്ന് പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധിക്കാൻ സാധിക്കുന്ന കഴിവ്, ഡീസെൻട്രേഷൻ, വളർന്നു വരുന്നു. തിരിച്ച് ചിന്തിക്കുക, റിവേഴ്സിബിലിറ്റി, സ്ഥിരത, കൺസർവേഷൻ തുടങ്ങിയ കഴിവുകൾ ഈ ഘട്ടത്തിൽ കുറവായിരിക്കും. കുട്ടിക്ക് തൻ്റേതായ അർത്ഥങ്ങൾ ആണ് ഉള്ളത്. യുക്തിചിന്തയ്ക്ക് തൻ്റേതായ നിയമങ്ങൾ ആണ് ഉള്ളത്. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചപ്പാടുകളുമാണെന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7-8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്നും വളരെ വ്യത്യസ്തരാണെന്നും പിയാഷെ ഊന്നിപ്പറയുന്നു. മൂർത്ത മനോവ്യാപാരഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 11 വയസ്സുവരെ. മനോവ്യാപാരത്തിന് സാധിക്കുന്നു. യുക്തിചിന്തയുടെ അടിസ്ഥാന ശിലയാണ് മനോവ്യാപാരം.
ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാകുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക ക്രിയകളെയാണ് മനോവ്യാപാരം ഓപ്പറേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. റിവേഴ്സിബിലിറ്റി തിരിച്ചു ചിന്തിക്കുക എന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ സ്വഭാവം. A+B=C എന്നതിൻ്റെ റിവേഴ്സൽ ആണ് C-B=A എന്നത്. AB=C എന്നതിൻ്റെ റിവേഴ്സൽ ആണ് C/B=A എന്നത്. ഇങ്ങനെ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഫലം വച്ചുകൊണ്ട് എതിർ ക്രിയ ചെയ്താൽ തുടങ്ങിയിടത്ത് തന്നെ എത്തും എന്ന തത്വം തിരിച്ചറിയുമ്പോൾ മാത്രമേ സ്ഥിരത അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് പിയാഷെ വിളിക്കുന്ന ലോക സ്വഭാവം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാറാകുകയുള്ളൂ. വസ്തുക്കൾ ചേർത്ത് വച്ചാലും വിട്ടുവിട്ട് വച്ചാലും എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുകയില്ല എന്നതാണ് സംഖ്യാസ്ഥിരത, കൺസർവേഷൻ ഓഫ് നമ്പർ. പാത്രം മാറ്റിയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാകുകയില്ല എന്നതാണ് വ്യാപ്തസ്ഥിരത, കൺസർവേഷൻ ഓഫ് വോളിയം. കളിമണ്ണ് ഉരുട്ടി വച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം വരുന്നില്ല എന്ന പിണ്ഡസ്ഥിരത അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മാസ് മനസ്സിലാകണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഡയമെൻഷനിൽ ഒരേ സമയം ആലോചിക്കാറാകണം. സ്ഥിരത മാത്രമല്ല, ഈ ഘട്ടത്തിൽ ക്രമമായി അടുക്കാനുള്ള കഴിവും അല്ലെങ്കിൽ ശ്രേണീകരണം, സിരേഷൻ, പല രീതിയിൽ തരം തിരിക്കാനുള്ള കഴിവ്, ക്ലാസിഫിക്കേഷൻ വളർന്നു വരുന്നു. ഭാവനയുടെ ലോകത്തു നിന്നും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തിലേക്ക് കുട്ടി ക്രമത്തിൽ എത്തിപ്പെടുന്നു. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, 11 വയസ്സ് മുതൽ. അമൂർത്തമായി ചിന്തിക്കുന്നതിനും യുക്തിയുടെ രീതിയിൽ ഭാഗികമായി ഉപയോഗിക്കുന്നതിനുമുള്ള ശേഷി വളർന്നു വരുന്നു. ശാസ്ത്രീയമായ ചിന്താഗതിയിൽ പ്രാവീണ്യം വർദ്ധിക്കുന്നു. പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരായാനും അവയെ താരതമ്യപ്പെടുത്താനും പ്രതീകങ്ങൾ അർത്ഥപൂർണമായി ഉപയോഗിക്കാനുമൊക്കെ സാധിച്ചു തുടങ്ങുന്നു. പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇന്ദ്രിയ ചാലകഘട്ടം അല്ലെങ്കിൽ സംവേദക ചാലകഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെ. സവിശേഷതകൾ: റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു. സംഭവങ്ങൾ ഓർത്തുവയ്ക്കുവാൻ ആരംഭിക്കുന്നു. വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റ് പെർമനൻസ് ഈ ഘട്ടത്തിൻ്റെ അവസാനം മാത്രം ആർജിക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം. പ്രാഗ് മനോവ്യാപാരഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 മുതൽ 7 വയസ്സ് വരെ. ഭാഷ വികസിക്കുന്നു. വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ സിംബൽസ് ഉപയോഗിച്ചു തുടങ്ങുന്നു. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഈഗോസെൻട്രിക് തോട്ട്, കേന്ദ്രീകൃത ചിന്തനം, സെൻട്രേഷൻ, ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്നു. ഇർറിവേഴ്സിബിലിറ്റി, എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു. ആനിമിസം. മൂർത്ത മനോവ്യാപാരഘട്ടം അല്ലെങ്കിൽ രൂപാത്മ മനോവ്യാപാരഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 11 വയസ്സ് വരെ. തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കുവാൻ കഴിയുന്നു. ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിവ മനസ്സിലാക്കുന്നു. ഔപചാരിക മനോവ്യാപാരഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, 11 വയസ്സ് മുതൽ. കൗമാരവും അതിനുശേഷം. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളിലൂടെയും പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വത്വബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. സാമൂഹിക വികാസം. താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണ്യങ്ങളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം. വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക അവബോധവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം.
സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആണ് എറിക് എച്ച് എറിക്സൺ. 8 ഘട്ടങ്ങളിലായി മനോസാമൂഹിക വികസനം തയ്യാറാക്കിയത് എറിക്സൺ ആണ്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും അവ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നതെന്നും അഭിപ്രായപ്പെട്ടത് എറിക്സൺ ആണ്. എറിക്സന്റെ പ്രധാന പുസ്തകങ്ങളാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി 1950, യങ് മാൻ ലൂതർ 1958, ഗാന്ധിസ് ട്രൂത്ത് 1969, ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് 1968. എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ. ഇൻഫൻറ്റ്, ജനനം മുതൽ 1.5 വയസ്സ് വരെ. പ്രാഥമിക വിശ്വാസം, അവിശ്വാസം. ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. സ്വയാശ്രയത്വ, ജാള്യതയും സംശയം. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 3 മുതൽ 6 വയസ്സ് വരെ. മുൻകൈയെടുക്കൽ, കുറ്റബോധം. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. ഊർജ്ജസ്വലത, അപകർഷത. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. കൗമാരകാലം. സ്വഭാവബോധം, റോൾ സംശയങ്ങൾ. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 18 മുതൽ 35 വയസ്സ് വരെ. യൗവനം, ആഴത്തിലുള്ള അടുപ്പം, ഒറ്റപ്പെടൽ. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. മധ്യവയസ്സ്, സൃഷ്ടി, മുരടിപ്പ്. ജനറാറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. 60 വയസ്സ് മുതൽ വാർദ്ധക്യം വരെ. വാർദ്ധക്യം. മനസന്തുലനം, തകർച്ച. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. സന്മാർഗിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റ്. സന്മാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആണ് ലോറൻസ് കോൾബർഗ്. 1927 മുതൽ 1987 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥയാണ് ഹെയ്ൻസ് ഡിലെയ്മ. കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികൾ: ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1981, ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് 1984. സാൻമാർഗിക വികാസത്തെ കീഴ്വഴക്കങ്ങളുടെ അഥവാ മാമൂലുകളുടെ കൺവെൻഷൻസ് അടിസ്ഥാനത്തിൽ കോൾബർഗ് 3 ഘട്ടങ്ങളായി വിഭജിക്കുന്നു. കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങളും സവിശേഷതകളും. പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ശിക്ഷണവും അനുസരണയും, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ്. പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയൻറ്റേഷൻ. ശിക്ഷണവും അനുസരണയും, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച് മാത്രം അനുസരിക്കുന്നു. ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടമാണിത്. പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയൻറ്റേഷൻ. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു. ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താൽപ്പര്യം മുൻനിർത്തിയാണ്. നീതിനിഷ്ഠ, പാരസ്പര്യം, റെസിപ്രോസിറ്റി, തുല്യ പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. യാഥാസ്ഥിതിക സദാചാരഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. വ്യക്താന്തര സമവായം, ഇൻ്റർപേഴ്സണൽ കൺകോർഡനൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ. നിയമ സുസ്ഥിതി പാലനം, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. വ്യക്താന്തര സമവായം, ഇൻ്റർപേഴ്സണൽ കൺകോർഡൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്നു. മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. നിയമ സുസ്ഥിതി പാലനം, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു. സാമൂഹിക നിയമങ്ങളോട് ആയോജനം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പുലർത്തുന്നു.
യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. സാമൂഹിക വ്യവസ്ഥാപാലനം, സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. സാർവത്രിക സദാചാര പാലന തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. സാമൂഹിക വ്യവസ്ഥാപാലനം, സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കുമെന്ന വിശ്വാസം. ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്നു. സാർവത്രിക സദാചാര പാലന തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. സാർവലൗകിക സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്നു. നീതി, ന്യായം, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധമുണ്ടാക്കിയെടുക്കുന്നു. സാൻമാർഗിക വികസന ഘട്ടത്തിൽ അവ ഓരോന്നിനെയും രണ്ടായി വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 6 ഘട്ടങ്ങൾ അഥവാ തലങ്ങളാണ് കോൾബർഗ് നിർദ്ദേശിക്കുന്നത്. പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ. പിയാഷെയുടെ അഭിപ്രായത്തിൽ 4 സാൻമാർഗിക വികസന ഘട്ടങ്ങളുണ്ട്. 1. അനോമി, ജനനം മുതൽ 5 വയസ്സുവരെ. 2. ഹെററ്റോണമി, അതോറിറ്റി, 5 വയസ്സ് മുതൽ 8 വയസ്സുവരെ. 3. ഹെറ്ററോണമി, റെസിപ്രോസിറ്റി, 8 മുതൽ 13 വയസ്സുവരെ. ഓട്ടോണമി, അഡോളസെൻസ്, 13 മുതൽ 18 വയസ്സുവരെ. നിയമവ്യവസ്ഥയില്ലാത്തതും വേദനയും ആനന്ദവും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായ സന്മാർഗിക രഹിതമായ ഘട്ടമാണ് അനോമി, ആദ്യത്തെ 5 വർഷം. പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടം ഹെറ്ററോണമി, അതോറിറ്റി ഘട്ടം. ബാഹ്യമായ അധികാരങ്ങൾ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്ന ഘട്ടം ഹെറ്ററോണമി, അതോറിറ്റി. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണിതഫലത്തിൻ്റെ വ്യയനം, ഡിസൈപ്പിൾ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസ് ഉൾപ്പെട്ട ഘട്ടമാണ് അനോമി. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരിക്കുന്ന വിനയമാണ് ഡിസൈപ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ്, ഹെറ്ററോണമി, അതോറിറ്റി. ഹെറ്ററോണമി, റെസിപ്രോസിറ്റി എന്ന ഘട്ടത്തിൽ കുട്ടിയുടെ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. തനിക്ക് വേദനയുണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടമാണ് ഹെറ്ററോണമി, റെസിപ്രോസിറ്റി. നീതിബോധത്തിൻ്റെ ഘട്ടമെന്ന് പിയാഷെ വിശേഷിപ്പിച്ച സാൻമാർഗിക വികസന ഘട്ടമാണ് ഓട്ടോണമി, അഡോളസെൻസ്. വൈകാരിക വികസനം, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. മനുഷ്യൻ്റെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും വിവിധ തലങ്ങളെ വികാര പഠന പ്രക്രിയയിലൂടെ പ്രസക്തമാക്കുന്നതാണ് വൈകാരിക വികസനം. ഇമോഷൻ എന്ന സംജ്ഞ ഇമോവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഇമോഷൻ എന്ന വാക്കിനർത്ഥം ഇളക്കിയുണർത്തുക എന്നാണ്. വ്യക്തിയുടെ ബാഹ്യപ്രകടനങ്ങളിൽ കാണപ്പെടുന്ന കാര്യക്ഷമമായ അനുഭവങ്ങളും അതോടൊപ്പമുള്ള ആന്തരിക പൊരുത്തങ്ങളും മാനസിക ഉത്തേജനാവസ്ഥയുമാണ് വികാരം. ക്രോ ആൻഡ് ക്രോ. ശിശുവികാരങ്ങളുടെ സവിശേഷതകൾ. ശിശുവികാരങ്ങൾ അല്പായുസ്സുള്ളവയാണ്. ക്ഷണികത. ശിശുവികാരങ്ങൾ തീവ്രങ്ങളാണ്. തീവ്രത. ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നു. ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം. ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. വൈകാരിക ദൃശ്യത. ശിശുവികാര പ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു. ആവൃത്തി. ശിശുക്കളുടെ 2 വൈകാരിക അവസ്ഥകളുടെ ഇടവേള കുറവായിരിക്കും. കുട്ടികളിലെ പ്രധാന വികാരങ്ങൾ. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്തേജിപ്പിക്കപ്പെട്ട അവസ്ഥയാണ് വികാരം. മനസ്സിൻ്റെ ഉത്തേജിത ഭാവം വ്യക്തിയെ പ്രവർത്തനോന്മുഖനാക്കുന്നത് വികാരമാണ്. കുട്ടികളിലെ വൈകാരിക രൂപമാതൃകകൾ. ഭയം അല്ലെങ്കിൽ ഫിയർ, ആകുലത, വറി, കോപം, ആങ്കർ, അസൂയ അഥവാ ഈർഷ്യ, ജലസി, പ്രിയം, അഫക്ഷൻ, ആഹ്ലാദം, ഹാപ്പിനെസ്. കുട്ടികളിലെ വൈകാരിക സന്തുലനാവസ്ഥ നശിപ്പിക്കുന്നത് അതിലാളനവും തിരസ്കരണവും ആണ്. ഭയം അല്ലെങ്കിൽ ഫിയർ. അപകട സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വയം മെച്ചപ്പെടുത്താനും വിനയം ഉറപ്പുവരുത്താനും കഠിന പ്രയത്നത്തിന് പ്രേരണ നൽകുന്നത് ഭയമാണ്.
ശിശുക്കളിൽ പൊതുവെ ഭയം ജനിപ്പിക്കുന്ന ചോദകങ്ങളാണ് ഉച്ചത്തിലുള്ള ശബ്ദം, ഇരുട്ട്, ഉയർന്ന സ്ഥലങ്ങൾ, മൃഗങ്ങൾ, ഒറ്റപ്പെടൽ, വേദന, അപരിചിതമായ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ തുടങ്ങിയവ. 2 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ ദൃശ്യമാകുന്നത്. വികാരത്തിൽ പ്രതിബന്ധ ഹേതുവായി മാറുന്നത് അമിത ഭയമാണ്. സംഭ്രമം, എംബ്രാസ്മെൻറ്റ്. മറ്റൊരു വ്യക്തിയോ വ്യക്തികളോ തന്നെക്കുറിച്ച് എന്ത് കരുതും അല്ലെങ്കിൽ തന്നെ എങ്ങനെ വിലയിരുത്തും എന്നത് സംബന്ധിച്ച് വ്യക്തിക്കുണ്ടാകുന്ന അങ്കലാപ്പാണ് സംഭ്രമം. പരിഹാസ്യനായതോ അപമാനിതനായതോ ആയ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ സംഭ്രമം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. ആകുലത അല്ലെങ്കിൽ വറി. ഭയത്തിൻ്റെ സാങ്കല്പിക രൂപമാണ് ആകുലത. കുട്ടികളിൽ ഭാവനാശേഷി വികസിപ്പിച്ചതിന് ശേഷമാണ് ഈ വികാരം പ്രത്യക്ഷമാകുന്നത്. യുക്തിചിന്തയ്ക്കുള്ള കഴിവ് വികസിക്കുന്നതോടെ ആകുലതയുടെ പിന്നിലുള്ള അർത്ഥശൂന്യത തിരിച്ചറിയുകയും ഈ വികാരത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി. അതിശക്തമായ ആകുലത ഉത്കണ്ഠയായി മാറും. അത് മനസ്സിന് വേദനാകരമായ അസ്വാസ്ഥ്യം ഉണ്ടാക്കും. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അനഭിലഷണീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഉത്കണ്ഠ. ഈ സ്ഥിതിയിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു. ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങൾ: വിഷാദഭാവം, അസ്വസ്ഥത, മനോനിലയിലെ ചാഞ്ചാട്ടം, മൂഡ് സ്വിംഗ്, ഉറക്കമില്ലായ്മ, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോടും പ്രവൃത്തികളോടുമുള്ള അസാധാരണമായ പ്രതികരണം. കോപം അല്ലെങ്കിൽ ആങ്കർ. ഒരു വ്യക്തി തൻ്റെ ഇഷ്ടക്കുറവ് മറ്റൊരു വ്യക്തിക്ക് നേർക്ക് പ്രസരിപ്പിക്കുന്ന അവസ്ഥയാണ് കോപം അല്ലെങ്കിൽ ആങ്കർ. ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ശിക്ഷിക്കപ്പെടുക തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും ഉടലെടുക്കുന്ന വികാരമാണ് കോപം. ബാല്യത്തിൽ കോപപ്രകടനങ്ങൾ സാധാരണ കൂടുതലായി കാണുന്നു. ഇത് പ്രധാനമായും 2 തരത്തിലാണ്. ഇമ്പൾസീവ് റെസ്പോൺസ്. ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാതെ പെടുന്നനെയുള്ള കോപപ്രകടനമാണിത്. അടിക്കുക, ചവിട്ടുക, കടിക്കുക, തള്ളുക, വലിക്കുക തുടങ്ങിയ പല മാർഗങ്ങളിലൂടെ കോപം പ്രകടിപ്പിക്കുന്നു. ഇൻഹിബിറ്റഡ് റെസ്പോൺസ്. കോപം പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം കറുപ്പിക്കൽ, വേദന അല്ലെങ്കിൽ ദുഃഖം പ്രകടിപ്പിക്കൽ, പരിസരത്തു നിന്നും മാറിപ്പോകൽ തുടങ്ങിയ മാർഗങ്ങൾ അവലംബിക്കുന്നതാണിത്. കോപത്തിൻ്റെ ഉറവിടങ്ങൾ: അമർഷം, റെസൻമെൻറ്റ്, അരിശം, റൈഞ്ച്, കലിതുള്ളൽ, ടെമ്പർമെൻറ്റ്, ആദേശിക കോപം, ഡിസ്പ്ലേസ്ഡ് ആങ്കർ. കോപത്തിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്താൽ കോപം കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ കഴിയും. കോപം ഉണർത്താൻ നേരിട്ട് കാരണക്കാരനാകാത്ത വ്യക്തികൾക്ക് നേരെ കാണിക്കുന്ന കോപമാണ് ആദേശിക കോപം. കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങൾ നശിപ്പിക്കുന്നതിന് കാരണം ആദേശിക കോപമാണ്. അസൂയ അല്ലെങ്കിൽ ജലസി. തനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യതയോ ലഭിക്കുന്ന സന്ദർഭങ്ങളോ ജനിപ്പിക്കുന്ന വികാരമാണ് അസൂയ. ഭയം, കോപം എന്നീ വികാരങ്ങളുമായി ചേർന്നാണ് ഇത് പ്രകടിപ്പിക്കുക. ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മനസ്സിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനമോ വിലയേറിയ മറ്റേതെങ്കിലുമോ തന്നിൽ നിന്നും മറ്റൊരാൾ കവർന്നെടുത്തു എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യമാണ് ഈർഷ്യ. അസൂയയുടെ പ്രതികരണം പ്രകടമാക്കുന്നത് പ്രത്യക്ഷമോ പരോക്ഷമോ ആകാം. അസൂയ പ്രകടിപ്പിക്കുന്നത് ഇടിക്കുക, തൊഴിക്കുക, കടിക്കുക, മാന്തുക മുതലായ പ്രകടമായ പ്രതികരണങ്ങളിലൂടെ ആകാം. വിഷാദം അല്ലെങ്കിൽ ഗ്രീഫ്. ഇഷ്ടപ്പെടുന്നവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദനയാണ് വിഷാദം. കുട്ടികളിൽ ഇത് കരച്ചിലായി പ്രകടിപ്പിക്കുന്നു. ഉള്ളിൽ ഒതുക്കപ്പെട്ട വിഷാദം ഉൾവലിവ്, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഭീതിജനകമായ സ്വപ്നങ്ങൾ തുടങ്ങിയ രീതികളിൽ പ്രകടമാക്കുന്നു. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി. തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും അറിയാനായി പ്രകടിപ്പിക്കുന്ന ആഗ്രഹം. ആനന്ദം അല്ലെങ്കിൽ ജോയ്, പ്ലഷർ, ഡിലൈറ്റ്. ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരത്തിന് സഹായകമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഉളവാകുന്നതാണ് ആഹ്ലാദം. ആനന്ദം, ജോയുടെ ഏറ്റവും മൃദുല ഭാവമാണ് ആഹ്ലാദം. അഭിനന്ദനം വഴി ആനന്ദം നൽകാം. ആഹ്ലാദവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള കേന്ദ്രങ്ങളായിരിക്കേണ്ടത് വിദ്യാലയങ്ങളാണ്.
അഭിലഷണീയമായ വികാരമായി ആനന്ദത്തെ പരിഗണിക്കാം. ശൈശവാവസ്ഥയിൽ ശാരീരികമായ സുഖാവസ്ഥയുടെ പ്രതികരണമായി കുട്ടികൾ ആനന്ദം പ്രകടിപ്പിക്കുന്നു. മിക്കവാറും പുഞ്ചിരിയിലൂടെയാണ് ഈ വികാരം പ്രകടിപ്പിക്കുന്നത്. സ്നേഹം അല്ലെങ്കിൽ അഫെക്ഷൻ, ലവ്. ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്ന വികാരമാണ് പ്രിയം അല്ലെങ്കിൽ അഫെക്ഷൻ. തൻ്റെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നവരോടും കൂടെ കളിക്കുന്നവരോടും തനിക്ക് ആനന്ദവും സംതൃപ്തിയും നൽകുന്നവരോടും കുട്ടികൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു. കുട്ടികൾ അവരെ സ്നേഹിക്കുന്നവരോടും അടുപ്പം പ്രകടിപ്പിക്കുന്നവരോടും കൂടുതൽ സ്നേഹപ്രകടനം നടത്തുന്നു. വൈകാരിക വികാസം. കാതറിൻ എം. ബ്രിഡ്ജസിൻ്റെ കണ്ടെത്തലുകൾ. കുട്ടികളുടെ വൈകാരിക വികാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ എം. ബ്രിഡ്ജസ്. കാതറിൻ ബ്രിഡ്ജസിൻ്റെ പ്രധാന കണ്ടെത്തലുകൾ. വികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വൈകാരിക പ്രതികരണങ്ങൾ പൊതുവായ രീതിയിലാണ്. 2 മുതൽ 3.5 വയസ്സ് വരെ ദേഷ്യത്തിൻ്റെ വിസ്ഫോടനം കൂടുതലായിരിക്കും. ചില കുട്ടികളിൽ ആത്മസ്ഥാപനം അല്ലെങ്കിൽ സെൽഫ് അസർട്ടീവ് വളരെ കൂടുതലാണ്. വളരുന്നതിനനുസരിച്ച് ദയ അല്ലെങ്കിൽ സിമ്പതി, അനുതാപം, എമ്പതി കാണാൻ കഴിയുന്നു. പുതിയ ആളുകളോട് അനുകമ്പയും സൗഹൃദവും കാട്ടുന്നു. ബ്രിഡ്ജസ് ചാർട്ട്. നവജാത ശിശുക്കൾ മുതൽ 24 മാസം പ്രായമായ കുട്ടികൾ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം ശിശുക്കളെ ഒരു വാത്സല്യ ഗൃഹത്തിൽ വച്ചു നിരീക്ഷിച്ചാണ് കാതറിൻ എം. ബ്രിഡ്ജസ് പഠനം നടത്തിയത്. ഈ പഠന വിവരങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതാണ് ബ്രിഡ്ജസ് ചാർട്ട്. ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ. നവജാത ശിശുക്കളിൽ ഒരു തരം സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇളക്കം മാത്രമാണ് കാണപ്പെടുന്നത്. 3 മാസമാകുമ്പോൾ ഈ സന്ത്രാസം അസ്വാസ്ഥ്യമോ ഉല്ലാസമോ ആയി വികസിക്കുന്നു. 6 മാസമാകുമ്പോൾ നിഷേധാത്മക വികാരങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു. അസ്വാസ്ഥ്യവും ഭയവും വെറുപ്പും കോപവുമായി പിൻകാലത്ത് വികസിക്കുകയും ചെയ്യുന്നു. 12 മാസമാകുമ്പോൾ സൃഷ്ടിപരമായ വികാരങ്ങൾ രംഗത്തിലെത്തുകയും പ്രഹർഷവും അല്ലെങ്കിൽ ഇലാക്ഷൻ, പ്രിയം, അഫെക്ഷൻ ആയി വേർതിരിയുകയും ചെയ്യുന്നു. പ്രിയം പ്രായപൂർത്തി ആയവരോടുള്ള പ്രിയവും കുട്ടികളോടുള്ള വാത്സല്യവുമായി വേർതിരിഞ്ഞ് ആനന്ദം അല്ലെങ്കിൽ ജോയ് പ്രത്യക്ഷമാകുന്നു. ഭാഷാവികസനം, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. മനുഷ്യനെ മറ്റു ജീവിവർഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഭാഷാശേഷിയാണ്. ശബ്ദം, ഫിനമി, അതിൻ്റെ വിന്യാസം സംബന്ധിച്ച വ്യവസ്ഥ, സിൻടാക്സ് ചേർന്നതാണ് ഭാഷ. ഭാഷാവികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചിരിക്കും. ഭാഷാവികസനത്തിൽ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായി മാറുന്ന വ്യത്യസ്ത തലങ്ങളാണ് ഇന്ദ്രിയാനുഭവം, സെൻസേഷൻ, പ്രഥമധാരണ, പെർസെപ്ഷൻ, ഓർമ്മ, മെമ്മറി, സങ്കൽപ്പനം, ഇമാജിനേഷൻ, താരതമ്യം, കമ്പാരിസൺ, സംപ്രത്യായം, കോൺസെപ്റ്റ്, യുക്തീകരണം, റീസണിങ്. ഭാഷാവികസനവുമായി ബന്ധപ്പെട്ട് വിവിധ ആശയങ്ങൾ മുന്നോട്ട് വച്ച പ്രമുഖരാണ് പിയാഷെ, നോം ചോസ്കി, വൈഗോസ്കി എന്നിവർ. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വച്ച ഭാഷാ സമഗ്രതാ സമീപനം, ഓൾ ലാംഗ്വേജ് അപ്രോച്ചാണ് പൊതുവെ ഇന്ന് ഭാഷാ പഠനത്തിന് സ്വീകരിക്കുന്നത്. ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം: ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഭാഷാ വൈകല്യം. സാധാരണ കാണപ്പെടുന്ന ഭാഷണ വൈകല്യങ്ങളാണ് കൊഞ്ഞ, ലപ്സിംഗ്, അസ്പഷ്ടത, സ്റ്ററിംഗ്, വിക്ക്, സ്റ്റട്ടറിംഗ് ആൻഡ് സ്റ്റാമറിംഗ്. അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ ഭാഷണ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യമാണ് കൊഞ്ഞ അല്ലെങ്കിൽ ലപ്സി. ശരിയായ പ്രായം. ഭാഷാപരമായ കഴിവുകൾ. ജനനം മുതൽ 18 ആഴ്ച വരെ അവ്യക്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തലതിരിക്കുന്നു. 20 ആഴ്ച സ്വരശബ്ദങ്ങളും ഏതാനും വ്യഞ്ജന ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. 6 മാസം ബാബ്ലിംഗ്, ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. 8 മാസം ചില പ്രത്യേക ശബ്ദങ്ങൾ ആവർത്തിക്കുന്നു. ഉദാഹരണം മാ, മാ, മാ. 12 മാസം വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ഏതാനും വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു. 18 മാസം ഏതാണ്ട് 50ഓളം പദങ്ങൾ ഉച്ചരിക്കുന്നു.
24 മാസം ഇരട്ട പദങ്ങളടങ്ങിയ അല്ലെങ്കിൽ ഫ്രേസസ് അടങ്ങിയ വാക്യങ്ങൾ പറയുന്നു. 30 മാസം 3 മുതൽ 5 വരെ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ പറയുന്നു. 100 കണക്കിന് പദങ്ങൾ മനസ്സിലാക്കുന്നു. 36 മാസം 1000-ഓളം പദങ്ങൾ അർത്ഥപൂർണമായി പറയുന്നു, കേട്ട് മനസ്സിലാക്കുന്നു. 48 മാസം ഭാഷയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേർന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത, സ്ലറി. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതാണ് വിക്ക് അല്ലെങ്കിൽ സ്റ്റട്ടറിങ്. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതാണ് സ്റ്റാമറിങ്. ഭാഷാ വികസനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ. പിയാഷെ. കുട്ടികളുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തിരിച്ചിരിക്കുന്നു: അഹം കേന്ദ്രീതം, ഈഗോ സെൻറ്റേർഡ്; സാമൂഹീകൃതം, സോഷ്യലൈസ്ഡ്. ആവർത്തിച്ചോ സ്വഗതമായോ, സാമൂഹിക സ്വഗതമായോ ഉള്ള സംസാരം അല്ലെങ്കിൽ തനിയുള്ള സംസാരമാണ് അഹം കേന്ദ്രീതം. ശ്രോതാക്കൾക്ക് പങ്കില്ലാത്ത ഭാഷണമാണ് അഹം കേന്ദ്രീകൃതമായ ഭാഷണം. അന്യരെ വിമർശിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നത്, അപേക്ഷിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതെല്ലാം സാമൂഹീകൃത ഭാഷണമാണ്. സാമൂഹീകൃത ഭാഷണത്തിൽ ശ്രോതാവിനോട് സംസാരിക്കുന്നു. ആദ്യത്തെ 2-3 വർഷങ്ങളിലെ ഭാഷണം അധികവും അഹം കേന്ദ്രീകൃതമാണ്. അതിനുശേഷം ഭാഷണം കൂടുതൽ സാമൂഹികൃതമായി തീരുന്നു. പ്രായം കൂടുന്തോറും തനിയെ സംസാരിക്കുന്നതിനേക്കാൾ അന്യരോട് സംസാരിക്കുവാനുള്ള പ്രവണത ഏറുന്നു. നോം ചോസ്കി. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോസ്കിയാണ്. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് നോം ചോസ്കി. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വച്ചത് നോം ചോസ്കിയാണ്. ചോസ്കിയുടെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ: സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ്, കറണ്ട് ഇഷ്യൂസ് ഇൻ ലിംഗ്വിസ്റ്റിക് തിയറി, റിഫ്ലക്ഷൻ ഓൺ ലാംഗ്വേജ്. ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം ലാഡ്, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ചോംസ്കി. കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോസ്കിയാണ്. ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഭാഷയുടെ പ്രാഗ് രൂപം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്. അതുപയോഗിച്ച് ഭാഷ നിർമ്മിച്ചെടുക്കാൻ കുട്ടിയെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോസ്കിയാണ്. രചനാന്തരണ പ്രജനന വ്യാകരണം, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന ആശയത്തിൻ്റെ വക്താവാണ് ചോംസ്കി. ഭാഷാജ്ഞാനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ: സംഭാഷണം, കഥാവതരണം, കവിതാലാപനം, അനുഭവ വിവരങ്ങൾ, യാത്രാ വിവരണങ്ങൾ. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് ചോംസ്കിയാണ്. വാക്കുകളോ വാക്യങ്ങളോ അല്ല മനസ്സിൽ തങ്ങേണ്ടത്, നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാണ്. ഒരു വൈകാരിക സമഗ്ര ചിത്രം, ഇമോഷണൽ ഗസ്റ്റാൾട്ട് മനസ്സിൽ നിർമ്മിച്ചെടുക്കാനാണ് കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത്. വൈഗോസ്കി. സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞത് വൈഗോസ്കിയാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണ് ഉള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞത് വൈഗോസ്കിയാണ്. അഹം കേന്ദ്രീത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് വൈഗോസ്കിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1896 മുതൽ 1934 വരെ. ബാഹ്യവും സമൂഹവൽകൃതവുമായ വാചിക ഭാഷണത്തിൽ നിന്ന് അന്തസംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചത് വൈഗോസ്കിയാണ്. ആന്തരീകരണം ചിന്തയെ സഹായിക്കുന്നു, വ്യവഹാരത്തെയും യുക്തിചിന്തനത്തെയും ക്രമീകരിക്കുന്നു. ചിന്തയും ഭാഷണവും തമ്മിൽ സമ്പൂർണ്ണ സംയോജനം നടക്കുന്നില്ല. ജപപഠനം റോഡ് ലേണിംഗ് പ്രാഗ് ചിന്താഭാഷണത്തിലേക്ക് നയിക്കുന്നുവെന്നും സ്മൃതിയിൽ
വാചിക രേഖകൾ വെർബൽ സ്ട്രൈഡ്സ് പ്രതിഷ്ഠാപിതമാകുന്നു എന്നും അഭിപ്രായപ്പെട്ടത് വൈഗോസ്കിയാണ്. പാരമ്പര്യവും പര്യാവരണവും ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതി എന്നിവയുടെ പഠനമാണ് പാരമ്പര്യ മനഃശാസ്ത്രം. പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ. രാഷ്ട്രതന്ത്രജ്ഞർ, മതനേതാക്കൾ, കലാകാരന്മാർ, പണ്ഡിതന്മാർ എന്നിവരുൾപ്പെടുന്ന 1000-ലേറെ പ്രഗത്ഭരെക്കുറിച്ച് നടത്തിയ ഗവേഷണങ്ങളുടെ കണ്ടെത്തലുകൾ പ്രതിപാദിക്കുന്ന ഹെറിഡിറ്റി ജനസിസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യവും പര്യാവരണവും. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം പാരമ്പര്യമാണ്. ഒരു വ്യക്തിക്ക് ആജീവനാന്തം ലഭിക്കുന്ന എല്ലാവിധ ഉദ്ദീപനങ്ങളും പര്യാവരണമാണ്. വ്യക്തിയുടെ വ്യക്തിത്വം പാരമ്പര്യത്തിൻ്റെയും പര്യാവരണത്തിൻ്റെയും സംയുക്ത ഫലമാണ്. ചില കാര്യങ്ങളിൽ പാരമ്പര്യം വികസനത്തെ നിയന്ത്രിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ പര്യാവരണം വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്നു. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികസനത്തിന് പാരമ്പര്യം പരിസ്ഥിതിയും ആവശ്യമാണ് എന്നഭിപ്രായപ്പെട്ടത് ആർട്ടൻ ബർഗ് ആണ്. മെച്ചപ്പെട്ട പര്യാവരണം ഒരുക്കിക്കൊടുത്താൽ കുട്ടികളുടെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ ഉയർത്താൻ കഴിയുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത് വുഡ്വർത്ത്. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പര്യാവരണം എന്നതിൽ പെടുന്നു എന്നഭിപ്രായപ്പെട്ടത് വുഡ്വർത്ത്. വ്യക്തിത്വം ഈക്വൽസ് പാരമ്പര്യം ഇൻറ്റു പര്യാവരണം, P=H×E. പേഴ്സണാലിറ്റി ഹെറിഡിറ്റി ഇൻറ്റു എൻവയോൺമെൻറ്റ്. അറിവ് ഇന്ദ്രിയങ്ങൾ മൂലമാണ് ലഭിക്കുന്നതെന്ന് ലോക്കിൻ്റെ തത്വം ആസ്പദമാക്കി വിദ്യാഭ്യാസം പര്യാവരണത്തിൻ്റെ ഫലമാണെന്ന് വാദിച്ച ഫ്രഞ്ച് ചിന്തകനാണ് ഹെർവീഷ്യസ്. വ്യക്തിവികാസത്തിൽ പാരമ്പര്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും സ്വാധീനം. ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച എല്ലാ ഘടകങ്ങളെയും ശരീര സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു എന്ന് പാരമ്പര്യത്തെ നിർവചിച്ചത് ഡഗ്ലസ് ആൻഡ് ഹോളണ്ട് ആണ്. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം എന്നിവയാണ് പ്രധാനപ്പെട്ട 4 പാരമ്പര്യ ഘടകങ്ങൾ. ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു എന്ന് വുഡ്വർത്ത് അഭിപ്രായപ്പെടുന്നു. വായു, പ്രകാശം, പോഷക ആഹാരം, രോഗങ്ങളും പരിക്കുകളും, സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ, കുടുംബ നിലവാരം, കുട്ടിയുടെ ജനനക്രമം എന്നിവയാണ് പ്രധാന പരിസ്ഥിതി ഘടകങ്ങൾ. മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങൾ. മെൻഡൽ 3 പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചു. സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം, ലോ ഓഫ് ലൈക്ക് ബിഗറ്റ്സ് ലൈക്ക്. വിചലന നിയമം, ലോ ഓഫ് വേരിയേഷൻ. പ്രത്യാവർത്തന നിയമം, ലോ ഓഫ് റിഗ്രഷൻ. ശിശുക്കൾ മാതാപിതാക്കളോട് സാദൃശ്യം പുലർത്തുന്ന പ്രവണതയാണ് സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു എന്ന നിയമം. ഉദാഹരണം, ബുദ്ധിശാലികൾ ആയ മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികൾ ആയ കുട്ടികളെയും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് മന്ദബുദ്ധി കുട്ടികളെയും ജനിപ്പിക്കുവാനുള്ള പ്രവണത. ശിശുക്കൾ മാതാപിതാക്കളുടെ തനിപ്പകർപ്പാകുന്നില്ല. ഇതാണ് വിചലന നിയമം. ഉദാഹരണം, ബുദ്ധിശാലികൾ ആയ മാതാപിതാക്കൾക്ക് മന്ദബുദ്ധികളായ കുട്ടികളും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികളായ കുട്ടികളും ഉണ്ടാകുന്നു. ശിശുക്കൾ അഗ്രനിലവാരത്തിൽ നിന്ന് ശരാശരി നിലവാരം കാണിക്കുന്ന പ്രവണതയാണ് പ്രത്യാവർത്തന നിയമം. ഉദാഹരണം, ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് താരതമ്യേന കുറഞ്ഞ ബുദ്ധിയുള്ള കുട്ടികളും മന്ദബുദ്ധികളായ മാതാപിതാക്കൾക്ക് താരതമ്യേന കൂടിയ ബുദ്ധിയുള്ള കുട്ടികളും ഉണ്ടാകുന്നു. വ്യക്തിയെ സ്വാധീനിക്കുന്ന ഭൗതിക, രാസിക, ജൈവികമായ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രാകൃതിക പരിസ്ഥിതി, നാച്ചുറൽ എൻവയോൺമെൻറ്റ്. പൈതൃകമായി ലഭിച്ച സംസ്കാരവും കുടുംബ സാഹചര്യങ്ങളും വർത്തമാന പ്രവണതകളും ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക പരിസ്ഥിതി, സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.